ആതിര എസ്എസ്ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ സ്ട്രെയിറ്റ് ബോട്ടത്തിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ ഷെയ്ഡ്സ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് കുറെ വ്യൂവേഴ്സ് ചോദിക്കാറുണ്ട് കളേഴ്സ് ഫോട്ടോസ് അയച്ചിട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് സ്ട്രെയിറ്റ് ബോട്ടത്തിന്റെയാണ് കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ കാണാൻ നോക്കുക. അപ്പൊ അതിന് മുന്നേ നമ്മളുടെ പർച്ചേസ് ഒക്കെ വാട്സ്ആപ്പ് ത്രൂ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക, സൈസ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഈ സ്ക്രീനിൽ ഒരു നമ്പർ കാണിക്കും, ആ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ ഷോപ്പിലും എല്ലാ സ്റ്റോക്കും അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഊരകം എന്ന പ്ലേസിലാണ്, അതായത് ചേർപ്പ് ഊരകം എന്ന ഭാഗത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വരുന്നേക്കാൾ മുന്നേ ഏത് ഐറ്റാണോ എടുക്കാൻ വരുന്നത് അതുണ്ടോന്നൊന്ന് കൺഫേം ചെയ്തതിന് മാത്രം നിങ്ങൾ ഷോപ്പിലോട്ട് വരാൻ നോക്കുക. പിന്നെ നമ്മുടെ ചാനലിലും ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതൊന്ന് ഓൺ ആക്കി വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ എല്ലാ മെയിൻ കളേഴ്സും പേസ്റ്റൽ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വ്യൂ കാണാം. ഫാബ്രിക് യൂസ് ആക്കിയിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ്. നമുക്ക് കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കോട്ടൺ മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന്റെ ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡോറീസ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ സൈസിനനുസരിച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്ത് കെട്ടിവെക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് പറയുന്നത് 2 പോക്കറ്റ്സ് വരുന്നുണ്ട്. അതായത് ഒരു ഫോണൊക്കെ വെക്കാവുന്ന പാകത്തിനുള്ള സ്പേസ് ആ ഒരു പോക്കറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ലെങ്ത് വരുന്നത് 39 to 40 ഇഞ്ചസ് ആണ് ഇതിന്റെ ലെങ്ത് നമ്മൾ പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത്. സൈസ് ഫ്രീ സൈസ് ആണ്. ഒരു 2XL-കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള സൈസാണ്. 2XL വരെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 270 270 രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഓരോ ഷെയ്ഡ്സ് കാണാം. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. നെക്സ്റ്റ് ഷെയ്ഡ് ഇതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡാണ്. ലാവൻഡർ തന്നെ ഇത്തിരി കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് വരുന്നത് ലാവൻഡറിന്റെ. ഇങ്ങനെ വരും ഷെയ്ഡ്. ഡാർക്കർ ഷെയ്ഡ് ഇങ്ങനെ വരും കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് റെഡ് ആണ്. നല്ലൊരു ചില്ലി റെഡ് ആണ് ഷെയ്ഡ് വരുന്നത്. ഈ മെറൂൺ ഷെയ്ഡിൽ 2 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഒരു റെഡിഷ് മെറൂണും പിന്നെ ഒരു ഡാർക്കർ മെറൂണാണ് വരുന്നത്. 2 ഷെയ്ഡ്സ് ആണ് മെറൂണിലുള്ളത്. ഓനിയൻ ഷെയ്ഡിൽ തന്നെ 4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. 2 ഡാർക്ക് ഷെയ്ഡ്സും 2 ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഓനിയൻ ഷെയ്ഡിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. വൈൻ ഷെയ്ഡിലും 2 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ്സ് ഗ്രീനിന്റെ ഷെയ്ഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഗ്രീൻ ഷെയ്ഡിൽ ഒരു 7 ഷെയ്ഡ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഷെയ്ഡ്, സെക്കൻഡ് ഈ ഒരു ഗ്രീൻ വരും, തേർഡ് കളറ്, പിന്നെ ഈ ഒരു ഗ്രീൻ കളർ, ലാസ്റ്റ് ഒരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത്. 2 ഷെയ്ഡ്സ് കൂടെ വരും. ഒരു ലെമൺ ഗ്രീനും ഒരു അതിൻ്റെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് യെല്ലോന്റെ ഷെയ്ഡ്സ് ആണ്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും പിന്നെ ഒരു മാംഗോ യെല്ലോ പോലത്തെ ഒരു കളറാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ഷെയ്ഡാണ്. പിന്നെ അതിൻ്റെ ഒരു ഓഫ് വൈറ്റും അത് ഒരു ക്രീം ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതിൽ തന്നെ 3 ഷെയ്ഡ്സ് ഉണ്ട്. ചിക്കു ഷെയ്ഡ് എന്ന് പറയട്ടെ ഇതിനെ. ലൈറ്റ് ചിക്കും ഡാർക്കർ ചിക്കും, അതിൻ്റെ 3 കളേഴ്സാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അങ്ങനെ വരും. പിന്നെ പീച്ചിൽ തന്നെ 2 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ഷെയ്ഡ് ഇങ്ങനെ വരും. സെക്കൻഡ് ഷെയ്ഡ് കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡാണ് വരുന്നത് പീച്ചിൽ. പിന്നെ ഓറഞ്ച് കളർ വരും. നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ്, ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ്.
നെക്സ്റ്റ് മജന്ത ഷെയ്ഡാണ്, നല്ലൊരു ഡാർക്ക് മജന്ത ഷെയ്ഡും അതിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് ഷെയ്ഡാണ്, നല്ലൊരു ലൈറ്റ് റോസ് കളറാണ് നെക്സ്റ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഒരു പേസ്റ്റൽ ഷെയ്ഡിലൊക്കെ പെടും ഈ റോസ് കളറ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആഷിൻ്റെ വെറൈറ്റീസ് ആണ്. ആഷ് കളറ്, ലൈറ്റ് ആഷും അതുപോലെ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഡാർക്കർ, പിന്നെ നല്ലൊരു തിക്ക് ഡാർക്കറാണ് ആഷ് വരുന്നത്. 3 ഷെയ്ഡ്സ് ആഷ് കളറിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ബ്ലൂവിൻ്റെ കളേഴ്സ് ഉണ്ട്, ബ്ലൂവിൻ്റെ വെറൈറ്റീസ് ആണ്. നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് വരും, ഒരു പൗഡേർഡ് ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഹാപ്പി ബ്ലൂ വരും, ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരും. ബ്ലൂവിൽ തന്നെ 7 വെറൈറ്റീസ് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പിന്നെ നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും, പിന്നെ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ബ്ലൂവിൽ തന്നെ 7 ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു കോഫി ബ്രൗൺ ആണ് വരുന്നത്. അടുത്തത് നല്ലൊരു അതിനൊരു വേറെ ഒരു ബ്രൗണിൻ്റെ ഒരു ലൈറ്റർ ബ്രൗൺ ഷെയ്ഡാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ് വരും. പിന്നെ വരുന്നത് പീക്കോ ഗ്രീൻ്റെ വെറൈറ്റീസ് ആണ്. ഈ ഒരു ഷെയ്ഡ് ലൈറ്റർ ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് വരും. ലൈറ്റ് പീക്കോ ബ്ലൂ വരും, പീക്കോ ഗ്രീൻ, ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ്. പിന്നെ രണ്ടൊരു പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ക്രീമിൻ്റെ ഒരു ഷെയ്ഡ്സ് ആയിട്ട് വരും. ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്, ഇങ്ങനെ വരും. ലാസ്റ്റ് ഷെയ്ഡ് ബ്രിക്ക് റെഡ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്ട്രെയിറ്റ് ബോട്ടം എല്ലാ കളേഴ്സും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു 50+ ഷെയ്ഡ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സ്ക്രീനിൽ ഒരു നമ്പർ കാണിക്കും, ആ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ മെയിൻ കളേഴ്സും എല്ലാ പേസ്റ്റൽ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. പിന്നെ ബ്ലാക്കും നമ്മളെ കയ്യിൽ ബ്ലാക്കും വൈറ്റും റെഡും ഒക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. സോ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസിനും ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസും പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്